നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമെന്ന സംശയം ഉന്നയിച്ചു കുടുംബം. കൊന്നു കെട്ടിത്തൂക്കാനുള്ള സാധ്യത പോലീസ് പരിശോധിച്ചില്ല. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത് കുടുംബാംഗങ്ങൾ എത്തും മുമ്പ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി. തൃശൂർ നാട്ടികയിൽ ലോറി കയറി റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘത്തിലെ 5 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 2 കുട്ടികളും. ലോറി ജീവനക്കാർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ്. ഇടുക്കി ഏലപ്പാറയിൽ KSRTC ബസ്സിൽ നിന്ന് വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് വ്യാപക പണം തട്ടിപ്പ്. ഹാക്കിംഗ് കണ്ടെത്തിയാലും വാട്സാപ്പ് അക്കൗണ്ട് വീണ്ടെടുക്കാനാകുന്നില്ല. ജാഗ്രത നൽകാനല്ലാതെ നടപടിയെടുക്കാൻ മാർഗമില്ലെന്ന് പോലീസ്. ഒത്തുതീർപ്പായ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതിക്ക് വീണ്ടും ഭർത്താവിന്റെ മർദ്ദനം. കറിയിൽ ഉപ്പും പുളിയുമില്ലെന്നാരോപിച്ച് മർദ്ദിച്ചെന്ന് പോലീസിൽ പരാതി. ഭർത്താവ് രാഹുൽ അറസ്റ്റിൽ. നരഹത്യാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. കെ സുരേന്ദ്രൻ തുടരും. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടൻ നീക്കില്ലെന്ന് കേന്ദ്ര നേതൃത്വം. മാധ്യമങ്ങളെ പഴിചാരി BJP അധ്യക്ഷൻ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. പാലക്കാട്ടെ തോൽവിയിൽ സുരേന്ദ്രനെതിരെ പോസ്റ്ററുകൾ. നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ PK കൃഷ്ണദാസ് പക്ഷം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പൊരുത്തക്കേടെന്ന ആരോപണം. എണ്ണിയതും പോൾ ചെയ്തതുമായ വോട്ടുകൾ തമ്മിൽ 5 ലക്ഷത്തിന്റെ അന്തരം. നിയമ നടപടിക്കൊരുങ്ങി കോൺഗ്രസ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നുവെന്ന് കുടുംബം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ് CBIക്ക് അന്വേഷിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നവീൻ ബാബു കൊല്ലപ്പെട്ടതാകാമെന്ന സംശയമുയർത്തിയാണ് ഭാര്യ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. നവീൻ ബാബുവിനെ കൊന്നതിനുശേഷം കെട്ടിത്തൂക്കിയതാണോ എന്ന സാധ്യത പരിശോധിക്കപ്പെട്ടില്ല. യാത്രയയപ്പ് ചടങ്ങിനുശേഷം ചിലർ നവീൻ ബാബുവിനെ കണ്ടു. മരണത്തിലേക്ക് നയിച്ച വസ്തുതകൾ പുറത്തുകൊണ്ടുവരാനായില്ല. ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നിട്ടും കുടുംബം എത്തുന്നതിനു മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പ്രത്യേക അന്വേഷണ സംഘം തെളിവ് ശേഖരണത്തിൽ പരാജയപ്പെട്ടു. തെളിവുകൾ മറയ്ക്കാനും പ്രതിക്ക് വ്യാജ തെളിവുകൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന വിധത്തിലും അന്വേഷണ സംഘം ഇടപെടൽ നടത്തുന്നുവെന്ന സംശയവും ഹർജിയിൽ ഉന്നയിക്കുന്നു. കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ല. അതിനാൽ നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ADM നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജി നേരത്തെ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത മാസം 3 വിധി പറയാനായി മാറ്റി. പ്രതിയുടെയും സാക്ഷികളുടെയും ഫോൺ കോൾ രേഖകൾ, കളക്ട്രേറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ എന്നിവ ശേഖരിച്ച് സൂക്ഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും കുടുംബം ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് ശക്തമായ നീക്കം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കുടുംബത്തിനൊപ്പമെന്ന് ഉറപ്പുകൊടുത്ത CPM നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കുന്നതാണ് ഹർജി. ഈ സയന്റിഫിക് എവിഡൻസ് ഇപ്പോൾ അദ്ദേഹം ഈ മീറ്റിംഗിന് ശേഷം ആരോടൊക്കെ സംസാരിച്ചു, എവിടെയൊക്കെ പോയി എന്നുള്ളതൊന്നും നമുക്കീ പറയില്ല. ആകെ അവൈലബിൾ ആയിട്ടുള്ള ഈ CCTV വിഷ്വൽസ് മാത്രമേ ഉണ്ടാവും. ഇതുകൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ കേസിൻ്റെ അന്വേഷണത്തെ വളരെ അത് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു അർജൻസി. അതുകൊണ്ടാണ് ഈ പെറ്റീഷനായിട്ട് കോടതിയിലോട്ട് വന്നത്. ഇനിയും കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ മറ്റൊരു തരത്തിൽ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. ന്യൂസ് 18 കൊച്ചി. ജീവനെടുത്ത് ലക്കുകെട്ട ഓട്ടം. തൃശൂർ നാട്ടികയിൽ റോഡിൽ കിടന്നുറങ്ങിയ നാടോടി സംഘത്തിന് മേൽ ലോറി പാഞ്ഞു കയറി വൻ ദുരന്തം. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ലോറി ജീവനക്കാർ മദ്യപിച്ചിരുന്നതായും ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടം.
ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ നിരോധിച്ചയിടത്താണ് നാടോടി കുടുംബങ്ങൾ അന്തിയുറങ്ങിയത്. വാഹനങ്ങൾ എത്താതിരിക്കാൻ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇവിടേക്കാണ് തടിയുമായി എത്തിയ ലോറി പാഞ്ഞു കയറിയത്. 2 കുട്ടികളടക്കം 5 പേർ സംഭവസ്ഥലത്തു മരിച്ചു. കാളിയപ്പൻ, ജീവൻ, നാഗമ്മ, ബംഗഴി എന്നിവരാണ് മരിച്ചത്. 7 പേർക്ക് സാരമായി പരുക്കേറ്റു. അപകടശേഷം വാഹനം വീണ്ടും മുന്നോട്ടുപോയി. ഇത് നാട്ടുകാർ തടയുകയായിരുന്നു. അപകടസ്ഥലത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്ന മരിച്ചവരുടെ വസ്തുക്കൾ നൊമ്പരക്കാഴ്ചയായി. ഒപ്പമുണ്ടായിരുന്നവരെ ഒരു നിമിഷം കൊണ്ട് മരണം കവർന്നതിന്റെ ആഘാതത്തിലാണ് ബന്ധുക്കൾ. സംഭവത്തിൽ ലോറി ഡ്രൈവർ ജോസ്, ക്ലീനർ അലക്സ് എന്നിവർ അറസ്റ്റിലായി. ഇവർക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുത്തു. പ്രതികൾ മാഹിയിൽ നിന്ന് മദ്യം വാങ്ങിയതായും അവിടം മുതൽ ഇരുവരും മദ്യപിച്ചിരുന്നതായും പോലീസ് പറയുന്നു. അപകടസമയം ലോറി ഓടിച്ചത് ക്ലീനറായിരുന്നു. ഇയാൾക്ക് ലൈസൻസ് ഇല്ല. മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും. ഇപ്പോൾ തന്നെ RC ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, രജിസ്ട്രേഷൻ, അതുപോലെ ലൈസൻസ് പോവും, പിന്നെ പെർമിറ്റും പോവും. RC ബുക്ക് നമ്മൾ ലൈസൻസ് രജിസ്ട്രേഷൻ പരിപൂർണമായിട്ടും റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാത്രിയിലൊരു പരിശോധന, വളരെ ഈ ട്രക്കുകൾ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളെല്ലാം മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടും അതുപോലെ ലൈൻ ട്രാഫിക് ലംഘിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന കാണുന്നുണ്ട്. നൈറ്റ് ഒരു എൻഫോഴ്സ്മെൻറ്റ് പരിപാടി ആലോചിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമെന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും അവർക്കൊരു സഹായം ചെയ്യുന്ന കാര്യം നമ്മൾ നടപ്പിൽ വരുത്തും. നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതു ഇടങ്ങളിൽ അന്തിയുറങ്ങുന്ന നാടോടികളെപ്പറ്റി വിവരശേഖരണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അപകടത്തിൽപ്പെട്ട സംഘത്തോട് മാറി താമസിക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് 18 തൃശൂർ. ഇടുക്കി ഏലപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. ഉപ്പുതറ ചീന്തലാർ സ്വദേശി സ്വർണ്ണമ്മയാണ് മരിച്ചത്. മലയോര ഹൈവേയിൽ കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിലാണ് സംഭവം. ബസിന്റെ വാതിലിന് സമീപം നിൽക്കവെയാണ് അപകടം സംഭവിച്ചത്. അപകട കാരണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ KSRTC MD നിർദ്ദേശം നൽകി. പാലക്കാട് തൃത്താല പട്ടിത്തറ തലക്കശ്ശേരിയിൽ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ അപകടം. ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. പട്ടിത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് അപകടം സംഭവിച്ചത്. തൃശൂർ മുണ്ടൂരിൽ സ്കൂൾ ബസ് ലോറിക്ക് പുറകിൽ ഇടിച്ച് അപകടം. ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. സ്കൂൾ ബസ് ലോറിയിൽ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്താണ് നിന്നത്. ബസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. പാലക്കാട് ഒറ്റപ്പാലത്ത് 4 വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു. ചുനങ്ങാട് സ്വദേശി ഉണ്ണിക്കുട്ടൻ, ഇന്ദുജ ദമ്പതികളുടെ മകൻ അദ്വിനാണ് മരിച്ചത്. സൈക്കിൾ ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. നാട്ടുകാർ കിണറ്റിലിറങ്ങി കുട്ടിയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാട്സപ്പ് ഉണ്ടോ? സൂക്ഷിക്കണം. പോലീസിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിനിടയിലും സംസ്ഥാനത്ത് വാട്സപ്പ് ഹാക്കിംഗ് തട്ടിപ്പ് തുടരുകയാണ്. മെറ്റയ്ക്ക് പരാതി നൽകിയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പലർക്കും വാട്സപ്പ് നിയന്ത്രണം തിരികെ കിട്ടിയിട്ടില്ല. ജാഗ്രത നൽകിയതിനപ്പുറം പോലീസും വിഷയത്തിൽ കൈമലർത്തുകയാണ്. ഇതുവരെ പുറത്തുവന്ന സൈബർ തട്ടിപ്പുകളിൽ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട ഒന്നാണ് വാട്സപ്പ് ഹാക്കിംഗ്. സ്വന്തം നമ്പറിലുള്ള അക്കൗണ്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതോടെ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പിന് പുറമെ വ്യക്തിയുടെ സ്വകാര്യതയും നഷ്ടമാകും. സ്വന്തം പേരിലുള്ള വ്യാജൻ കോണ്ടാക്റ്റിലുള്ള മറ്റുള്ളവരെ തേടിയെത്തും. തട്ടിപ്പിന്റെ തുടക്കം എങ്ങനെയാണ്? പരിചിത നമ്പറിൽ നിന്നും 6 അക്ക ഡിജിറ്റൽ കോഡ് തേടി വാട്സപ്പ് സന്ദേശമെത്തും. പ്രതികരിക്കുന്നവരുടെ അക്കൗണ്ട് അതോടെ ഹാക്ക് ചെയ്യപ്പെടുന്നു. കോണ്ടാക്ട് നമ്പറുകളിലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമെത്തും. ചിലപ്പോൾ നിയന്ത്രണം തിരികെ ലഭിക്കാൻ നമ്പറിന്റെ ഉടമയോടും ഹാക്കർമാർ പണം ആവശ്യപ്പെടും. പോലീസ് ജാഗ്രത നൽകിയിട്ടും തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം പെരുകുകയാണ്. തട്ടിപ്പ് നടക്കുന്നതറിഞ്ഞ് ജാഗ്രത പുലർത്തിയവരും ഹാക്ക് ചെയ്യപ്പെട്ടു. ആ സമയത്ത് ഇതിലേക്ക് പെട്ടെന്നൊരു പോപ്പപ്പ് പോലെ ഒരു 6 ഡിജിറ്റ് നമ്പർ വരുന്നു. ഈ നമ്പർ ഞാൻ അപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഈ നമ്പർ ഞാൻ സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഇത്
സ്ക്രീനിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യാൻ നോക്കുന്നു. ആ സമയത്ത് ഇതിൽ നിന്ന് ഇത് കോപ്പി പേസ്റ്റ് ആയതാണെന്ന് കരുതുന്നു. എൻ്റെ ഫോണിൽ മെസ്സേജ് പോയതായിരിക്കാം. ഈ പിൻ നമ്പർ എൻ്റെ ഫോണിൽ വാട്സപ്പിലേക്ക് എൻ്റർ ആകുന്നു എന്ന് കരുതുന്നു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഒരു 6 ഡിജിറ്റ് നമ്പർ വന്നു. അതിന് തൊട്ട് പുറകെ നമ്മൾ സ്വാഭാവികം ചിലപ്പോൾ വാട്സപ്പ് നമ്മൾ ഇത്തരത്തിൽ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ വരുന്ന കോള്, അത്തരത്തിലൊരു കോള് വന്നിരുന്നു. ആ കോൾ ഞാൻ ഡിനേ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അതിനിടയ്ക്ക് ഈ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഹാക്ക് ചെയ്യപ്പെട്ട് പല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്കൗണ്ട് നിയന്ത്രണം തിരികെ ലഭിച്ചിട്ടില്ല. വാട്സപ്പ് ഉടമസ്ഥരായ മെറ്റയ്ക്ക് പരാതി നൽകുക മാത്രമാണ് ഏക വഴി. പക്ഷേ ഇത് പലപ്പോഴും ഫലം കാണുന്നില്ല. എവിടെയാണോ ഈ തട്ടിപ്പ് വരുന്നത് ആ സംസ്ഥാനത്തിന് വെളിയിലുള്ള മറ്റൊരു സംസ്ഥാനത്ത് നിന്നാണ് കൂടുതലും ഇത്തരത്തിലുള്ള മെസ്സേജുകളും കോളുകളും വരുന്നത്. അവര് പലപ്പോഴും നമ്മളുടെ ഒരു അന്വേഷണ സംഘം ആ സംസ്ഥാനത്ത് എത്താൻ എടുക്കുന്ന ഒരു കാലതാമസം ഉണ്ടാവും. ആ സമയം കൊണ്ട് ഇവര് അവരുടെ പൈസ രക്ഷപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിത് അവരിലേക്ക് എത്താൻ പറ്റും. കാരണം അതിനൊരു സഹായം വേണ്ടത് മെറ്റയുടെ, അതായത് ഇവരുടെ പ്രൊവൈഡേഴ്സിന്റെ സപ്പോർട്ട് വേണം. കാരണം ഇതിന്റെ ഏത് നമ്പറിൽ നിന്നാണ്, ഏത് IP ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, അവർ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നൽകേണ്ടത് മെറ്റയാണ്. അപ്പൊ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന മറുപടിക്കുള്ള കാലതാമസം എടുക്കുമ്പോഴത്തേക്കും സാധാരണ ഇമ്മീഡിയറ്റ് ആയിട്ട് ചില ആളുകൾക്കെങ്കിലും പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഹാക്കർമാരുടെ ചതിയിൽ വീണ് പണം നഷ്ടപ്പെട്ടവരും നിരവധിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ബാങ്കുകളും കൈമലർത്തുന്നു. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് കൂടുതൽ ജാഗ്രത പുലർത്തുക മാത്രമാണ് ഏക പോംവഴി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. BJP-യിൽ പരസ്യപ്പോര്. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ ഉടൻ മാറ്റില്ല. നേതൃമാറ്റത്തിൽ തിടുക്കത്തിൽ തീരുമാനം വേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. വിമത നീക്കമാണ് പാലക്കാട്ടെ പരാജയ കാരണമെന്ന് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിക്ക് വഴങ്ങേണ്ടെന്ന നിലപാടിലാണ് പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ. ഇതോടെ BJP-യിൽ ഉണ്ടായ പൊട്ടിത്തെറി ഉടനൊന്നും കെട്ടടങ്ങില്ല. വൈകുന്നേരത്തോടുകൂടി ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ, സംസ്ഥാന നേതൃമാറ്റം ഇന്ന് തന്നെ ഉണ്ടായേക്കും. അധ്യക്ഷ പദവിയിലേക്ക് V. മുരളീധരൻ റെഡിയായി കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു. കൃഷ്ണദാസും MT രമേശും സന്ദർഭം നോക്കി ആഞ്ഞടിച്ചു. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, രാവിലെ തന്നെ വേറെ. കേന്ദ്ര നേതൃത്വം ഉടൻ കൈവിടില്ലെന്ന ആത്മവിശ്വാസമാണ് കെ സുരേന്ദ്രന്റെ ഈ വാക്കുകളിൽ. BJP-യിൽ ഉൾപാർട്ടിപ്പോര് രൂക്ഷമാണെങ്കിലും ഉടൻ കെ സുരേന്ദ്രനെ നീക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. അംഗത്വ വിതരണത്തിന് ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് BJP. ഈ ഘട്ടത്തിൽ നേതൃമാറ്റം ഗുണം ചെയ്യില്ല. ഫെബ്രുവരി അവസാനമോ മാർച്ചിലോ പുതിയ അധ്യക്ഷനെത്തും. സുരേന്ദ്രനെതിരെ വീണുകിട്ടിയ ആയുധം കരുതലോടെ ഉപയോഗിക്കുകയാണ് എതിർചേരി. അല്ലല്ല, നോക്കൂ, ഇങ്ങനെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊന്നും പച്ചപിടിക്കാൻ പോകുന്നില്ല. പുറമേക്ക് ശക്തമായ നീക്കത്തിനില്ലെന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ പക്ഷം കെ സുരേന്ദ്രനെതിരെ കടുത്ത നീക്കങ്ങൾ ആരംഭിച്ചു. പാലക്കാട് നഗരസഭാ അംഗങ്ങൾ കെ സുരേന്ദ്രനും കൃഷ്ണകുമാറിനുമെതിരെ നടത്തിയ നീക്കം ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തിച്ചാണ് ശോഭാ ക്യാമ്പ് മുന്നോട്ട് നീങ്ങുന്നത്. അച്ചടക്ക നടപടിയെടുത്താൽ പാലക്കാട്ടെ ഒരു വിഭാഗം പാർട്ടി വിടുമെന്ന മുന്നറിയിപ്പും ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യം വയ്ക്കുന്ന ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തോൽവിയിൽ തനിക്ക് പങ്കില്ലെന്ന നിലപാടിലുമാണ്. എനിക്ക് അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന ഘടകവും ശോഭ എന്ത് ജോലി ചെയ്യണം എന്ന് അവർ തീരുമാനമെടുക്കാറുണ്ട്. ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്ന് V. മുരളീധരൻ വ്യക്തമാക്കിയതോടെ പകരക്കാരനാകാനുള്ള കരുനീക്കങ്ങൾ പാർട്ടിയിൽ ശക്തമാണ്. PK കൃഷ്ണദാസ്, MT രമേശ് അടക്കമുള്ളവരുടെ പേരുകളും ഉൾപാർട്ടി ചർച്ചകളിൽ സജീവം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ഡിസംബർ 7, 8 തീയതികളിൽ കൊച്ചിയിൽ യോഗം ചേരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. താഴെത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് വന്ന ശേഷമേ ചർച്ചയുള്ളൂ. പല നേതാക്കളും ഇന്നത്തെ നേതൃയോഗത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു. എന്നാൽ എല്ലാ യോഗത്തിലും എല്ലാവരും പങ്കെടുക്കാറില്ലെന്നായിരുന്നു ഇക്കാര്യത്തിൽ സുരേന്ദ്രന്റെ മറുപടി. പാലക്കാട് നഗരസഭയിൽ BJP CPM അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. ഉപതെരഞ്ഞെടുപ്പിൽ BJP വോട്ട് എവിടെ പോയെന്ന CPM അംഗങ്ങളുടെ ചോദ്യമാണ് BJP അംഗങ്ങളെ പ്രകോപിപ്പിച്ചത്. 3ാം സ്ഥാനത്ത് തുടരുന്ന CPM-ന്റെ വേദന തങ്ങൾക്കറിയാമെന്ന് BJP അംഗങ്ങൾ പരിഹസിച്ചു. BJP-യുടെ തോൽവിയിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ അടക്കം പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു.
ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. BJP അലവലാതി പാർട്ടിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJPയുടെ എല്ലാ കേഡർ സംവിധാനവും നഷ്ടപ്പെട്ടു. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കകത്താണ് പറയേണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലെ ആത്മകഥാ വിവാദത്തിൽ തനിക്കെതിരെ ആസൂത്രിത ഗൂഢാലോചന നടന്നെന്ന് ആവർത്തിച്ച EP ജയരാജൻ. പാർട്ടിക്കകത്തും പുറത്തും തന്നെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം. വ്യക്തമായ സൂചന കിട്ടിയാൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് പുറത്തു പറയുമെന്നും EP ജയരാജൻ പ്രതികരിച്ചു. പ്രസാധകർ പാലിക്കേണ്ട മര്യാദ DC ബുക്സ് പാലിച്ചില്ലെന്നും വിമർശിച്ച EP ഒരു വരി പോലും പ്രസിദ്ധീകരണത്തിനായി ആർക്കും നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കി. EP ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് തെറ്റായ ദിവസമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായത് അന്തർനാടകം. EP ജയരാജനെയും സർക്കാരിനെയും ആക്രമിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. +2 കോഴക്കേസിൽ സർക്കാരിനും ഇഡിക്കും തിരിച്ചടി. മുൻ MLAയും മുസ്ലിം ലീഗ് നേതാവുമായ KM ഷാജിക്കെതിരായ അപ്പീൽ സുപ്രീം കോടതി തള്ളി. കേസ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സർക്കാരും ഇഡിയും സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധിയിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. വാക്കാലുള്ള പരാമർശങ്ങളല്ല, തെളിവുകളാണ് വേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ നിരവധി പിഴവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അഴീക്കോട് സ്കൂളിൽ +2 ബാച്ച് അനുവദിക്കാൻ KM ഷാജി 25 ലക്ഷം രൂപ കോഴ കൈപ്പറ്റിയെന്നാണ് കേസ്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് പോലീസെന്ന് തിരുവമ്പാടി ദേവസ്വം. ഹൈക്കോടതിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. എഴുന്നള്ളിപ്പ് ഘോഷയാത്ര പോലീസ് തടസ്സപ്പെടുത്തിയെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അനാവശ്യമായ പോലീസ് ഇടപെടൽ മൂലം മഠത്തിൽ വരവ് ലളിതമായ ആചാരമായി ചുരുക്കിയെന്നും ദേവസ്വം അറിയിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചില നടപടികൾ സംശയമുണ്ടാക്കുന്നതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് കഴിഞ്ഞയാഴ്ച ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വീണ്ടും ട്വിസ്റ്റ്. ഭാര്യയുടെ പരാതിയിൽ രാഹുലിനെ നരഹത്യാശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി വീണ്ടും അറസ്റ്റ് ചെയ്തു. മീൻകറിക്ക് പുളിയും ഉപ്പും ഇല്ലെന്ന് ആരോപിച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ യുവതി ഗാർഹിക പീഡനത്തിനിരയായ സംഭവം വലിയ ചർച്ചയായിരുന്നു. വിവാദങ്ങൾക്കിടെ ഭർത്താവിനൊപ്പം ജീവിക്കാനാണ് താൽപര്യമെന്നറിയിച്ച് യുവതി രംഗത്തെത്തിയതോടെ കേസ് ഹൈക്കോടതി റദ്ദാക്കി. മാസങ്ങൾ പിന്നിടുമ്പോൾ ഭർത്താവ് രാഹുലിനെതിരെ അതേ പരാതി ഉയരുകയാണ്. മീൻകറിക്ക് ഉപ്പും പുളിയും ഇല്ലെന്നാരോപിച്ചാണ് യുവതിയെ മർദ്ദിച്ചത്. കണ്ണിലും മുഖത്തും പരിക്കേറ്റ നിലയിൽ യുവതി കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിലെത്തിച്ച ശേഷം രാഹുൽ മുങ്ങുകയായിരുന്നു. പോലീസ് എത്തി മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാതിയില്ലെന്ന് യുവതി എഴുതി നൽകി. മാതാപിതാക്കൾ എത്തിയതോടെയാണ് പരാതി നൽകാൻ തയ്യാറായത്. 1.5 മാസത്തിനിടയിൽ നിരവധി തവണ മകളെ രാഹുൽ മർദ്ദിച്ചതായും വീട്ടിൽ ഫോൺ ചെയ്യാൻ പോലും അനുവാദമില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് രാഹുൽ. യുവതിയെ ആശുപത്രിയിലാക്കിയ ശേഷം മുങ്ങിയ രാഹുൽ മദ്യപിച്ച് പാലാഴിയിലെത്തി പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. കസ്റ്റഡിയിലുള്ള രാഹുലിനെതിരെ ഭാര്യയുടെ പരാതിയിൽ പീഡനം, നരഹത്യാശ്രമം തുടങ്ങിയ വകുപ്പുകളും ചുമത്തി കേസെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. വയനാട് കൊല്ലിമൂല ആദിവാസി കുടിലുകൾ പൊളിച്ചു നീക്കിയ സംഭവത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് സസ്പെൻഷൻ. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ T കൃഷ്ണനെയാണ് ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദീപ KS അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കർശന നടപടിക്ക് വനം മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നടപടി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പൊരുത്തക്കേടെന്ന ആരോപണം. വിവരങ്ങളുടെ വിശകലനത്തിലാണ് അന്തരം കണ്ടെത്തിയത്. എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ 5 ലക്ഷത്തിലധികം വോട്ടുകളുടെ വ്യത്യാസമുണ്ടെന്നാണ് കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയിൽ ആകെ പോൾ ചെയ്തത് 6,40,88,195 വോട്ടുകളാണ്. എന്നാൽ എണ്ണിയ ആകെ വോട്ടുകൾ 6,45,92,508 മൊത്തം വോട്ടിനേക്കാൾ 5,04,313 വോട്ടുകൾ അധികമാണിത്. 8 മണ്ഡലങ്ങളിൽ എണ്ണപ്പെട്ട വോട്ടുകൾ പോളിംഗ് കണക്കുകളേക്കാൾ കുറവാണ്. ശേഷിച്ച 280 മണ്ഡലങ്ങളിൽ വോട്ടുകൾ പോളിംഗിനേക്കാൾ കൂടുതലായിരുന്നു. പോളിംഗിനേക്കാൾ 4,538 വോട്ടുകൾ അധികമായ അഷ്ടി മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ അന്തരമുള്ളത്. ഒസ്മാനാബാദ് മണ്ഡലത്തിൽ 4,155 വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. ഇത്തരം പൊരുത്തക്കേടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വന്നേക്കാവുന്ന തെറ്റുകളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്.
ഭൂരിപക്ഷത്തിൽ കുറഞ്ഞ വ്യത്യാസം മാത്രമുള്ള മണ്ഡലങ്ങളിലെ ഫലങ്ങളെ ചോദ്യം ചെയ്യുന്നതുമാണ് ഈ കണക്കുകൾ. ഗോത്ര സംവരണ മണ്ഡലമായ നവാപൂർ തന്നെയാണ് ഇതിന് ഉദാഹരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഇവിടെ രേഖപ്പെടുത്തിയ പോളിംഗ് 81.15%. മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 2,95,786. പോളിംഗ് ശതമാന കണക്കുകൾ പ്രകാരം ഇതിൽ 81.15% 2,40,40,022 വോട്ടുകളായിട്ടാണ് കണക്ക് വരുന്നതെന്നിരിക്കെ മണ്ഡലത്തിൽ എണ്ണിയത് 2,41,191 വോട്ടുകളാണ്. വോട്ടർമാരെക്കാൾ 1,171 വോട്ടുകളാണ് ഇവിടെ കൂടുതലുള്ളത്. മണ്ഡലത്തിലെ ഭൂരിപക്ഷം 1,122. ഇതുതന്നെയാണ് മാവൽ മണ്ഡലത്തിലെ അവസ്ഥയും. എന്നാൽ ഇവിടെ വോട്ട് ചെയ്തതിനേക്കാൾ കുറവ് വോട്ടുകളാണ് എണ്ണിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 3,86,172 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം 72.59%. അങ്ങനെയെങ്കിൽ വോട്ട് ചെയ്തിട്ടുള്ളവർ 2,80,319 പേരാണ്. എന്നാൽ ഇവിടെ എണ്ണിയ വോട്ടുകളുടെ എണ്ണം 2,79,081. പോളിംഗിനേക്കാളും 1,238 വോട്ടുകളുടെ കുറവുണ്ട് ഇവിടെ. ഈ സാഹചര്യത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കോൺഗ്രസ്. അവസാന മണിക്കൂറുകളിൽ പോളിംഗ് നിരക്ക് കുത്തനെ ഉയർന്നതിലും ക്രമക്കേടുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്ര നിയമസഭയുടെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ മഹായുതി സഖ്യത്തിൽ തീരുമാനമായില്ല. ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസിന് തന്നെയാണ് സാധ്യത കൂടുതൽ. RSSന്റെയും സഖ്യകക്ഷിയായ NCP അജിത് പവാർ പക്ഷത്തിന്റെയും പിന്തുണ ഫഡ്നാവിസിനാണ്. എന്നാൽ മുഖ്യസ്ഥാനം വേണമെന്ന ആവശ്യം ശിവസേനയ്ക്കുണ്ട്. അതിനിടെ നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചു. ഷിൻഡെ കാവൽ മുഖ്യമന്ത്രിയായി തുടരും. ദേശീയ നിരീക്ഷകർ എത്തി ചർച്ച നടത്തി ഡിസംബർ 1 മുൻപായി സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ബി.ജെ.പി. ആലോചിക്കുന്നത്. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികം വിപുലമായി ആചരിച്ച് രാജ്യം. ഭരണഘടന രാജ്യത്തിന്റെ നെടുംതൂണെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. 75ാം വാർഷികത്തിൽ 75 രൂപയുടെ നാണയവും പുറത്തിറക്കി. 1 വർഷം നീളുന്ന ആഘോഷങ്ങൾക്കും തുടക്കമായി. അതേസമയം ചടങ്ങുകളിൽ പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം സർക്കാർ തള്ളി. സുപ്രീം കോടതിയിൽ ഭരണഘടനാ ദിനാഘോഷത്തിൽ സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തത്സമയത്തിലേക്ക് मुफ्त इलाज की सुविधा देता है. आज भारत वो देश है जो 70 वर्ष से ऊपर के हर बुजुर्ग को फ्री हेल्थ केयर की सुविधा देता है. देश के हजारों जन औषधि केंद्रों पर आज 80% डिस्काउंट पर सस्ती दवाइयां मिल रही हैं. एक समय में हमारे देश में इम्यूनाइजेशन की कवरेज भी 60% से भी कम थी. करोड़ों बच्चे हर साल टीकाकरण से छूट जाते थे. आज मुझे संतोष है कि अब मिशन इंद्रधनुष की वजह से भारत में इम्यूनाइजेशन की कवरेज 100% पहुंच रही है. आज दूर सुदूर के गांवों में भी समय पर बच्चों का टीकाकरण हो पा रहा है. സുപ്രീം കോടതിയിൽ ഭരണഘടനാ ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുന്നമടയ്ക്ക് പകരം സീപ്ലെയിൻ പുറക്കാട്ടിറക്കാം. സീപ്ലെയിൻ പുന്നമടക്കായലിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി മറ്റ് ചില നിർദ്ദേശങ്ങളും സർക്കാർ നിയോഗിച്ച ശാസ്ത്രജ്ഞന്മാർ അടങ്ങുന്ന 6-അംഗ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനം പദ്ധതി കായലിൽ നിന്ന് മാറ്റി മറ്റു ചില ഇടങ്ങൾ കൂടി പരിഗണിക്കാം എന്നതാണ്. അത്തരത്തിൽ അനുയോജ്യമായ ഒരിടമാണ് പുറക്കാട് പഞ്ചായത്തിലെ 600 ഏക്കർ വരുന്ന ഗാന്ധിവനം എന്ന സ്മൃതിവനം. പദ്ധതി കിട്ടിയാൽ സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ ന്യൂസ് 18നോട് പറഞ്ഞു. പുറക്കാട് പഞ്ചായത്തിൽ ദേശീയപാതയോട് ചേർന്നുള്ള 642 ഏക്കർ പാടശേഖരമാണ് ഗാന്ധി സ്മൃതിവനം എന്നറിയപ്പെടുന്ന പഴയ മണക്കൽ പാടശേഖരം. ഒരു കാലത്ത് പുറക്കാടിന്റെ പ്രധാന നെല്ലറയായിരുന്ന ഈ പാടശേഖരം കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ വനമില്ലാത്ത ജില്ലകളിൽ വനവൽക്കരണം നടത്തുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ഇടത് പ്രതിഷേധത്തെ തുടർന്ന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കലടക്കമുള്ള തുടർ പരിപാടികൾ അന്ന് നടത്താനായില്ല. കാടുപിടിച്ച് പോളകൾ നിറഞ്ഞ ഈ പ്രദേശം പാമ്പുകളുടെ പ്രധാന താവളമാണിപ്പോൾ.
2007 VS മുഖ്യമന്ത്രിയായിരിക്കെ IT പാർക്കിനായി 200 ഏക്കർ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. 8 ഏക്കർ ചിറകെട്ടി ഉയർത്തിയതോടെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് ഇടപെട്ട് പരിസ്ഥിതി ലോല പ്രദേശമെന്ന് പറഞ്ഞു തടഞ്ഞു. ഇതോടെ വർഷങ്ങളായി ഈ പ്രദേശം ഇങ്ങനെയാണ്. ദേശീയപാത, കടൽ, ദേശീയ ജലപാത എല്ലാം 200 മീറ്റർ അകലത്തിൽ സ്മൃതിവനത്തിന് ചുറ്റുമുണ്ട്. വിനോദസഞ്ചാരത്തിന് ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതി. സ്മൃതിവനത്തിലെ ജലാശയങ്ങളിൽ ആഴം കൂട്ടൽ പ്രക്രിയ നടപ്പിലാക്കി വാട്ടർ ഡോമും ടെർമിനലും സ്ഥാപിച്ചാൽ മറ്റാർക്കും ദോഷകരമല്ലാത്ത വിധത്തിൽ പദ്ധതി നടപ്പിലാക്കാനാകുമെന്ന് പഠനം നടത്തിയ ഡോക്ടർ KG പത്മകുമാർ പറയുന്നു. സീപ്ലെയിൻ പ്രൊജക്ടിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഏത് പദ്ധതി വന്നാലും ഞങ്ങൾ അതിന് 2 കൈയും നീട്ടി സ്വീകരിക്കും. അതിനാവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കും. സീപ്ലെയിനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ ഇതൊക്കെ തന്നെ വികസനത്തിന്റെ ഭാഗമാണല്ലോ. സ്മൃതിവനത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം ഏറ്റെടുത്താൽ തന്നെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നത് അടക്കമുള്ള പ്രതിസന്ധികളിൽ നിന്ന് സർക്കാരിന് കരകയറാനാകും. പരിസ്ഥിതി ലോല പ്രദേശമാണെങ്കിലും സീപ്ലെയിന് പാരിസ്ഥിതിക പ്രശ്നമില്ല എന്നതും ഗുണകരമാകും. പുറക്കാട് പഞ്ചായത്താകട്ടെ ടൂറിസം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കത്തെഴുതിയത്. ദേശീയപാത, ദേശീയ ജലപാത, കടൽ ഇത് ഇത്രയും ചേർന്ന ഒരു പ്രദേശം വേറെ എങ്ങുമില്ല. വളരെ വലിയ തരത്തിലേക്ക് ഞങ്ങൾ വലിയ വികസന പ്രവർത്തനങ്ങൾ അതിലൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിനും നാട്ടുകാർക്കൊക്കെ ഗുണമുണ്ടാവും. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഇടമാണത്. പ്രതിഷേധിക്കുന്നവർക്ക് മുന്നിൽ മറുപടി നൽകാൻ സർക്കാരിന് തന്നെ കൃത്യമായ ഉത്തരങ്ങളുണ്ട്. ആ മറുപടിക്ക് തീർച്ചയായും ബലം നൽകുന്നതാണ് സീപ്ലെയിൻ പഠന റിപ്പോർട്ട്. പദ്ധതി വേണ്ട എന്ന് പറയുന്നവരെ മാത്രമല്ല സർക്കാർ പരിഗണിക്കേണ്ടത്, മറിച്ച് 2 കൈയും നീട്ടി പദ്ധതിക്കായി കാത്തിരിക്കുന്നവരെയും സർക്കാർ കൺതുറന്ന് കാണണം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. പെർത്ത് ടെസ്റ്റ് തോറ്റിട്ടും അഡ്ലൈഡ് ടെസ്റ്റിന് അതേ ടീമിനെ നിലനിർത്തി ഓസ്ട്രേലിയ. 2ാം ടെസ്റ്റിലും 13 അംഗ ടീമിനെ നിലനിർത്തുമെന്ന് ഓസ്ട്രേലിയൻ ഹെഡ് കോച്ച് ആൻഡ്രൂ മക്ഡൊണാൾഡ് വ്യക്തമാക്കി. അതേസമയം ആദ്യ ടെസ്റ്റ് നഷ്ടമായ രോഹിത് ശർമ്മ ടീമിൽ തിരികെ എത്തി. ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങി. കുടുംബത്തിലെ അടിയന്തര സാഹചര്യത്തെ തുടർന്നാണ് ഗംഭീർ ഓസ്ട്രേലിയയിൽ നിന്ന് മടങ്ങുന്നത്. 2ാം ടെസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഗംഭീർ തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി ശബരിമലയിലേക്ക്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സന്നിധാനത്ത് ദീപാരാധന നടക്കുകയാണ്. തത്സമയത്തിലേക്ക്.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. എൽദോപ്പോൾ പുതുശ്ശേരി എത്തും. നമസ്കാരം. കുടുംബം കടുത്ത നീക്കത്തിനാണ്. CBI അന്വേഷണമാണ്.